നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ പാരൻസ് നെട്ടോട്ടമാണ് ഇവരെ എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ. അതിനേക്കാളും മാനസിക സംഘർഷം അനുഭവിക്കുന്ന മറ്റൊരു ജനവിഭാഗമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി എല്ല് നീരാക്കി ചോര നീരാക്കി പണിയെടുത്ത് നമ്മുടെ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന വലിയൊരു സംഘം പ്രവാസികൾ. ആ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ കുട്ടികളിൽ ചിലർ വിദേശ രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കാം, ചിലർ ഇന്ത്യയിലായിരിക്കാം, കുട്ടികളും ഭാര്യയും ഒക്കെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് പ്രവാസികൾ. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കൂട്ടം ജനവിഭാഗം കൂടിയാണ് പ്രവാസികൾ. ഒരുപക്ഷെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് പിടിച്ചു നിർത്തുന്ന, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, ജീവിതം അതിൻ്റെ എല്ലാ മാധുര്യവും നല്ല കാലവും ഒരുപക്ഷെ നമുക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പണിയെടുത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ആകുലതകളെ പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല എന്നതൊരു സത്യമാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അവർ കിട്ടുന്ന പണം കൊണ്ട് ഈ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതേപോലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുടെ ലഭ്യത കുറവ് ഒക്കെ നേരിടുന്നുണ്ട്. നാട്ടിലുള്ള അവരുടെ ഭാര്യയും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുമൊക്കെ മതിയായ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ പ്രാപ്തിയില്ലാത്തവരായിരിക്കാം, അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തവരായിരിക്കാം. ഇവരൊക്കെ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെയാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. പലപ്പോഴും അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻസ് അവരറിയാതെ പോകുന്നു. എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ള പ്രൊസീജിയറിനെ കുറിച്ചുള്ള പുതിയ മാറ്റങ്ങൾ അവരറിയാതെ പോകുന്നു. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കുട്ടികളെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ, 10ാം ക്ലാസ് കഴിഞ്ഞു +2-ന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തങ്ങളുടെ കുട്ടികളെ +2-ന് പഠിപ്പിക്കണം. +2-ന് പഠിപ്പിക്കുമ്പോൾ അവർ CBSE എടുക്കണമോ അതോ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമാകണമോ, സ്റ്റേറ്റ് ബോർഡിൻ്റെ സിലബസ് ഓപ്റ്റ് ചെയ്യണമോ എന്നുള്ള തർക്കങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം, രണ്ടും സിലബസ് സെയിമാണ്. NCERT ടെക്സ്റ്റുകളാണ് ഈ രണ്ട് മേഖലയിലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തർക്കം അവിടെ അവസാനിച്ചു. അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടുക? നോർമലി നമുക്ക് കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോമിലൂടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് +2 അഡ്മിഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. +2 അഡ്മിഷന് അപ്ലൈ ചെയ്യുന്നതിന് ശ്രമിക്കുമ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. അത് ഈ പാരൻസിന് പലപ്പോഴും അറിയില്ല. ആദ്യത്തെ സ്കൂളിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. പിന്നെ അവസാന നിമിഷം എങ്ങാനും ഒരു മേഴ്സി ചാൻസ് കിട്ടിയാൽ ഭാഗ്യം. അപ്പം നമുക്ക് ഒരു സ്കൂളിൽ ചേർന്നതിന് ശേഷം മറ്റൊരു സ്കൂളിലേക്ക് അയാൾക്ക് മാറ്റം ലഭ്യമാണ്. ഹയർ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയില്ല എങ്കിലും നമ്മൾ വിഷമിക്കേണ്ട, നമുക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷൻ എന്നൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി +1-ന് ജോയിൻ ചെയ്യുമ്പോൾ ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാലും ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കണം. അതിനുശേഷം അയാൾക്ക് ആ സ്കൂളിൽ നിന്ന് മാറാൻ താല്പര്യമുണ്ട് എങ്കിൽ, ആ കോഴ്സ് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ പ്രോഗ്രാമാണ്, ITI പ്രോഗ്രാമുകളാണ്. ITI പ്രോഗ്രാമുകൾക്കും ഇതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ITIകളിൽ കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോമിലൂടെയും അതേപോലെ തന്നെ പോളിടെക്നിക് കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോമിലൂടെയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പോളിടെക്നിക് ഡിപ്ലോമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ കുട്ടികളാണ് നമ്മളുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളെങ്കിൽ അവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് മാത്സ് ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ വേണമെങ്കിൽ സെക്കൻഡ് ഇയർ പോളിടെക്നിക്കിന് ജോയിൻ ചെയ്യാൻ പറ്റും. 1 വർഷം സേവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പോളിടെക്നിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ എഴുതിയിട്ട് ഡിഗ്രി BTechന് ചേരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ അവിടെ ഒരു അവസരമുണ്ട്. BTechന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും എൻട്രൻസ് എഴുതേണ്ടതായിട്ടുണ്ട്. എൻട്രൻസിന് ഗൾഫ് കൺട്രീസിൽ നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ എഴുതിയിട്ട് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി നമുക്ക് അഡ്മിഷൻ കിട്ടാൻ.
ഇനി അതല്ല, എൻട്രൻസ് ഇല്ല, എഴുതാൻ സാധിച്ചില്ല, വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ അവരുടെ എൻട്രൻസിന് സെൻറ്റർ ഇല്ല എങ്കിൽ അവർക്ക് NRI കോട്ടയിലൂടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10% സീറ്റുകളും മെഡിക്കൽ കോഴ്സുകൾക്ക് 5% സീറ്റുകളും NRI കോട്ടയിലൂടെ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ മെഡിസിൻ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ BTechന് അത് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എൻട്രൻസ് NRI കോട്ടയിൽ ഫീസ് കൂടുതലാണ്. ഒരു 183 ദിവസമൊക്കെ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവരെ നമ്മൾ പ്രവാസികളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ അഡ്മിഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. മറ്റൊരു എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ ലഭ്യമായിട്ടുള്ളത് ലോ പ്രൊഫഷനിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ലഭ്യമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഈ ലോ പ്രൊഫഷൻസിലേക്ക് പോകുന്നതിന് നമുക്ക് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനും ക്ലാറ്റ് എന്ന് പറയുന്ന പരീക്ഷയും സ്കൂൾ ഓഫ് ലീഗൽ തൊട്ട് MG യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയും കുസാറ്റ് കാറ്റും ഒക്കെയാണ് എഴുതേണ്ടത്. ആ പരീക്ഷകളിലൂടെ അവർക്ക് LLB 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ CUET ഐക്കർ എക്സാമിനേഷനും നീറ്റും എഴുതേണ്ടതായിട്ടുണ്ട്. നീറ്റിലൂടെ കേരളത്തിലെ കോളേജുകളിലും ഐക്കർ കോളേജുകളിലും ഓൾ ഇന്ത്യ കോട്ടയിലും ഐക്കർ CUETയിലൂടെയാണ് അഡ്മിഷൻ കിട്ടുക. ഇനി മറ്റൊരു മേഖല എന്ന് പറയുന്നത് CUET എക്സാമിനേഷനിലൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടാണ് നമുക്ക് IIT NIT പോലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഈ രീതിയിലുള്ള, ഇനി അതല്ല, ഇനി ഈ കുട്ടിക്ക് ഇവർക്ക് പോകാൻ താല്പര്യമുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. ഇന്ത്യൻ കലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. ഡിസൈനിങ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ UC'ഡ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒക്കെ സൈറ്റിൽ പോയിട്ട് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം നോക്കി നമ്മൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രവാസികൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷം മുതൽ കേരളത്തിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമാണ് ഡിഗ്രിക്ക്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൂടെ ഒറ്റ സമയത്ത് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരിക, അഡ്മിഷൻ നടക്കുക, ക്ലാസ് തുടങ്ങുക. അങ്ങനെയാണ് ഈ വർഷം മുതലുള്ള മാറ്റം. അപ്പോൾ ഈ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും. സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ കിട്ടും. തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിഗ്രി കിട്ടും. ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് റിസർച്ച് ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ റിസർച്ച് ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരൊറ്റ വർഷം കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 4 വർഷ ബിരുദം പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് 4 വർഷ ബിരുദമാണ് ചില രാജ്യങ്ങളിലൊക്കെ UK പോലുള്ള USA പോലുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ ഈ ഒരു 3 വർഷ ഡിഗ്രി അംഗീകരിക്കാത്ത പ്രശ്നം ഒഴിവാക്കി കിട്ടുന്നുവെന്ന് മാത്രമല്ല, കേരളത്തിലെ ഡിഗ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസാണ് നമ്മളുടേത്. വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ തിയറിറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പഠിച്ച കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള സിലബസ് വളരെ ഭംഗിയായിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നു എന്ന ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ പ്രവാസികളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണത്. അപ്പോൾ ആ ഒരു സാധ്യതയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കുട്ടികളുടെ അഡ്മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ധാരാളമുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും. എന്ത് സംശയമുണ്ടെങ്കിലും അതിൽ വിളിച്ച് നിങ്ങൾ ആ സംശയങ്ങൾ ദൂരീകരിക്കുക. പണം മുടക്കാതെ തന്നെ പഠിക്കാൻ കഴിയുന്ന ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. എൻജിനീയറിങ്ങിനൊക്കെ പല മേഖലകളിലും നമുക്ക് വളരെ ചുരുങ്ങിയ ഫീസിൽ പഠിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട്. ഫീസ് വേവർ സ്കീമുകളും സ്കോളർഷിപ്പുകളും ഒക്കെ ലഭ്യമാണ്. വളരെ ഫീസ് കുറച്ച് പഠിക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് സെക്ടറിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ എഞ്ചിനീയറിംഗ് ഫീസ് വെറും 8,500 രൂപയാണ് ഇയർലി ഫീസ്. പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അത് 50,000, 25,000, 50,000 അതിന് മുകളിലേക്കും പോകും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ, സംശയ ദൂരീകരണം നടത്തി ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് സാധിക്കും. ഏതാണ്ട് 160 മുകളിൽ ആൾക്കാരാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഇങ്ങോട്ട് വന്ന് പഠിച്ചത്. നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കുമ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 160ഓളം കുട്ടികൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് വന്നു പഠിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മികവ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ആ ഒരു പഠന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകുലതകൾക്കൊന്നും ആവശ്യമില്ല.
തീർച്ചയായിട്ടും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ സജ്ജമാണ്. വിവിധ സർവകലാശാലകൾ സജ്ജമാണ്. വിദേശ രാജ്യങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് ഇക്വലൻസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരാഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനായിട്ട് കഴിയും. പ്രവാസികളായിട്ടുള്ള ഗൾഫിലെ മണലാരണ്യങ്ങളിൽ പണിയെടുത്തുകൊണ്ട് കേരളത്തെ തീറ്റിപ്പോറ്റുന്ന, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തൻ ഉണർവ് ഏകുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും പ്രവാസി സുഹൃത്തുക്കൾക്കും അവരുടെ മക്കളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ മികവുറ്റതാക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.